ജയ് ശ്രീറാം. ഏതാ ഈ മര ഊള? ഒരു ചെറ്റ എന്ന് വേണമെങ്കിൽ പറയാം. വലിയ പുള്ളിയാട്ടോ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു വലിയ പുള്ളിയായിട്ടുള്ള സാഗർ, ആകാശ്, എൻ്റെ പേരെന്താണെന്നറിയോ? അവൻ്റെ പേരാണ് ആകാശ് സാഗർ. നോർത്ത് ഇന്ത്യനാണ്. അവൻ കഴിഞ്ഞ ദിവസം മേഘാലയയിൽ ഒരു പള്ളിയിൽ ക്രിസ്ത്യൻ ഓപ്പൺ പള്ളിയുടെ അകത്ത് കയറിയിട്ട് അവനവിടെ കയറി ജയ് ശ്രീറാം വിളിക്കുക മാത്രമല്ല ചെയ്തത്, ഒരു വലിയ പാട്ടും അവനോട് അങ്ങ് പാടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇതിൽ പാട്ടൂടെ കേൾക്കാം നമുക്ക്, എന്നിട്ട് പറയാം ബാക്കി. ഇവനെ പോലത്തൊക്കെ മരപ്പട്ടികളാണ് നമ്മുടെ നാട്ടിലെ ഇൻഫ്ലുവൻസേഴ്സ്, അതായത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുക? ഞാൻ മൊത്തത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് പറയില്ല കേട്ടോ. ഇവൻ്റെ പേജ് എടുത്ത് നോക്കണം നിങ്ങൾ. അതായത് സെക്ഷൽ കണ്ടന്റ് ആണ് മൊത്തം. ഇവൻ അവിടെ കയറി ഭക്തി മൂത്ത് ജയ ശ്രീറാം വിളിച്ചൊന്നുമല്ല. ഇവൻ്റെ കണ്ടന്റിന് 4 ആൾ കാണണം. അപ്പം ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കൾ മുസ്ലിം പള്ളിയിൽ കയറുക, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിൽ കയറിയിട്ട് ജയ ശ്രീറാം വിളിക്കുക, അല്ലെങ്കിൽ പള്ളി തോണ്ടുക. ഇതൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലെ കോൺട്രവേഴ്ഷ്യൽ സ്റ്റോറീസ്. അപ്പം അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ മരപ്പട്ടി ഈ പറഞ്ഞ മേഘാലയയിലെ ഈ പള്ളിയിൽ അവിടെ കുർബാന നടക്കാത്തൊരു സമയത്ത് പള്ളിയുടെ അകത്ത് കയറിയിട്ട് മൈക്കിലൂടെ ജയ ശ്രീറാം വിളിച്ച് രാമൻ്റെ പാട്ടും പാടി. എന്നിട്ട് അത് ഷൂട്ട് ചെയ്ത് അവൻ്റെ പേജിലിട്ടു. മില്യൺസാണ് അതിൻ്റെ വ്യൂസ്. അവൻ്റെ പേജിലല്ല, അവൻ്റെ ഫോളോവേഴ്സിൻ്റെ മില്യൺസാണ്. അതിട്ടു. അവന് 4 ലൈക്കും 4 കയ്യടിയും, കുറച്ച് പോപ്പുലാരിറ്റി വരണം, കുറച്ച് കാശ് കിട്ടും. ഇത് അവൻ്റെ ചിന്ത ഉള്ളൂ. പക്ഷെ ഈ മരപ്പട്ടി ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട് ആ നാട്ടിലെ ഈ മതക്കാർക്ക് ഇത് എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഈ ചെറ്റ ചിന്തിക്കുന്നില്ല. ഈ ചെറ്റ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൻ അറിഞ്ഞുകൂടാ. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഈ ഒരു ഹിന്ദു ക്രിസ്ത്യൻ എന്നുള്ള രീതിയിൽ അവർ തമ്മിൽ ഉള്ളിൽ എത്ര ദേഷ്യം വരും, എത്ര അടി ഉണ്ടാവും, ഇതിൻ്റെ ബാക്കോട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഈ ചെറ്റ ചിന്തിച്ചിട്ട് പോലുമില്ല. ഈ ഡാഷിനെ ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് അവൻ കൂളായിട്ട് നമ്മുടെ നാട്ടിലിറങ്ങി നടക്കും ചെയ്യും. ഇവനെ പോലത്തെമാരൊക്കെ ഇട്ടിട്ട് പൂട്ടണം. അത് പൂട്ടില്ല എന്നുള്ളത് നമുക്കറിയില്ല. ജയ ശ്രീറാമാണ് വിളിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ഭരണ സംവിധാനങ്ങളും അങ്ങ് ഏറ്റവും ടോപ്പിൽ വരെ പോയി കഴിഞ്ഞാൽ അവനെ വെറുതെ വിടുകയുള്ളൂ. അതുകൊണ്ട് അവൻ സേഫാണ്, അവൻ നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെറ്റ പരിപാടി അവൻ അതിൻ്റെ അകത്ത് കയറി ചെന്നത്, ഈ തന്തയില്ലാത്തവൻ ചെയ്തത്. ഇവനൊക്കെ പച്ചക്ക് പറയുകയാണെങ്കിൽ അവൻ്റെ കണ്ടന്റ് ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കാണിച്ചില്ല. നിങ്ങൾ സൈഡിൽ നോക്കുക, അവൻ്റെ കണ്ടന്റുകൾ നോക്കും നിങ്ങൾ. കണ്ടന്റുകൾ പെണ്ണുങ്ങളെ വെച്ചിട്ട് ഹാഫ് ന്യൂഡ് കാണിച്ചിട്ട് സെക്ഷലി പറയേണ്ട എല്ലാ വൾഗാരിറ്റിയും പറഞ്ഞിട്ട് പോപ്പുലാരിറ്റി ഉണ്ടാക്കി കാശുണ്ടാക്കുന്ന ഒരു മരപ്പട്ടിയാണത്. അപ്പം അതുകൊണ്ട് തന്നെ അവൻ ഇതിനേക്കാൾ തരം താഴ്ന്ന കാര്യങ്ങളും ചെയ്യും. പിന്നെ അവൻ സെക്ഷലി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവൻ എന്ത് വേണമെങ്കിലും ഇട്ടോട്ടെ, ആർക്കും കുഴപ്പമില്ല. അത് അവൻ്റെ വ്യൂവേഴ്സിനും. പക്ഷെ അവനെ ഒരു മതത്തിൻ്റെ കയറി പിടിച്ചിട്ട് അവിടെ കയറി ജയ ശ്രീറാം വിളിയും, പള്ളിയിൽ കയറി ജയ ശ്രീറാം വിളി, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവൻ്റെ കൈയും കാലും തല്ലുപിടിക്കാൻ വേണ്ട, വേറെ ഒന്നുമല്ല ചെയ്യാണ്ട്. അല്ലാണ്ട് കേസിനും കാര്യത്തിനും പോയത് എവിടെ എത്തൂല നമുക്കറിയാം. കാരണം വിളി ജയ ശ്രീറാം ആയതുകൊണ്ട്. അപ്പം അല്ലാണ്ട് അവിടുത്തെ ആൾക്കാർ നല്ല രീതിയിലൊന്ന് പെരുമാറി വിട്ട് കഴിഞ്ഞാൽ ഈ നായിൻ്റെ മോനൊന്നും പിന്നെ ഒരു കാലത്ത് പരിപാടിക്ക് നിൽക്കില്ല. അത് നിങ്ങൾ പറയാം, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവനൊക്കെ എന്താ കാണിക്കേണ്ടത്? ഇവനെ പോലത്തെ മരപ്പട്ടികളെ എന്താ പിന്നെ കാണിക്കേണ്ടത്? കല്ലെറിഞ്ഞ് കൊല്ലേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ചു, എന്തിൻ്റെ ആവശ്യത്തിന് അവൻ അവിടെ കയറി അത് കുണയ്ക്കാൻ പോണ്ട വല്ല കാര്യമുണ്ട്? അവന് ജയ ശ്രീറാം കുണയ്ക്കണമെങ്കിൽ അവന് വല്ല അമ്പലത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ വല്ല കാട്ടിൽ പോയിട്ടോ അല്ല അവൻ്റെ വീട്ടിൻ്റെ അകത്ത് ഇരുന്ന് കുണച്ചാൽ പോരെ? അവൻ ഈ ക്രിസ്ത്യൻ പള്ളിൻ്റെ അകത്ത് പോയിരുന്നിട്ട് തന്നെ ഉണ്ടാക്കണോ ഈ ജയ ശ്രീറാമിനെ? ഈ രാമനെ പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സത്യമാണ്. പള്ളിയിൽ കയറിയിട്ടും മുസ്ലിം പള്ളിയിൽ കയറിയിട്ടും ക്രിസ്ത്യൻ ചർച്ചിൽ കയറിയിട്ടും ഭജന പാടേണ്ടിയും ജയ ശ്രീറാം വിളിക്കേണ്ട ഒരു അവസ്ഥ ഈ വൃത്തികെട്ട ചെറ്റകൾ ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ. സ്വന്തം രാജ്യത്തിനും സ്വന്തം നാടിനും സ്വന്തം ഇവരുടെ റിലീജിയനും എല്ലാത്തിനെയും പറയിപ്പിക്കാനായിട്ട് ഇങ്ങനത്തെ കുറേ വർഗങ്ങൾ വന്നിട്ടുള്ളത്. കഷ്ടം. എങ്ങോട്ടാണോ ഈ നാടിൻ്റെ പോക്ക്?